ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അത്യാവശ്യം ഓൾമോസ്റ്റ് എല്ലാ ഗേൾസിനും ഇഷ്ടപ്പെടുന്ന കുറച്ച് സാധനങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത് എൻ്റെ സെക്കൻഡ് ടൈമാണ് ഈ വീഡിയോ തന്നെ എടുക്കുന്നത്. കാരണം നേരത്തെ എടുത്ത വീഡിയോ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് കിണറ്റിലോട്ട് നോക്കിയിരിക്കുന്ന പോലത്തെ ഒരു വീഡിയോ ആയിരുന്നു. കാരണം ഫോൺ താഴെ വെച്ചിട്ട് ഫോണിലോട്ട് നോക്കി ഇങ്ങനെ ഇരിക്കുന്ന പോലത്തെ ഒരു വീഡിയോ ആയിരുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഒന്നും കൂടി എടുക്കാം. എന്താണ് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിപ്സ്റ്റിക്സ്. ഞാനൊരു ലിപ്സ്റ്റിക്ക് ഭ്രാന്തിയാണ്. സോ ഞാൻ ഈ ഒരു ഡിസംബർ ജനുവരി ടൈമിൽ ഞാൻ അത്യാവശ്യം കുറച്ചേറെ ലിപ്സ്റ്റിക്സ് പതിവില്ലാണ്ട് മേടിച്ച് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ ലിപ്സ്റ്റിക്സ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ എടുത്ത വീഡിയോയിൽ ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് കാണിച്ചതാണ് ഇത്. ഈ ലിപ്സ്റ്റിക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മാർസിൻ്റെ മാറ്റ് മ്യൂസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 10 ആണ് ഷെയ്ഡ് നമ്പർ. വിന്നർ വുമൺ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണിത്. ഭയങ്കര അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. ഞാൻ സാധാരണ എൻ്റെ വീഡിയോയ്ക്കെല്ലാം കുറച്ച് ഫിൽറ്റർ ഇടുന്നതാണ്, പക്ഷേ ഈ വീഡിയോയിൽ ഫിൽറ്റർ ഇടുന്നില്ല. കാരണം കറക്റ്റ് നിങ്ങൾ കണ്ടോളൂ. ഓക്കെ, ഇതാണ് ഷെയ്ഡ്. ഒരു പിങ്ക് ഷെയ്ഡാണോ ഇത്? പിങ്ക് അല്ലല്ലേ, എന്ത് ഷെയ്ഡാണ്? എനിക്ക് പിങ്കും റോസും അതെല്ലാം അങ്ങ് കൺഫ്യൂഷൻ ആകും. ഇത് എന്തോ ഒരു ഷെയ്ഡ്. ട്രാൻസ്ഫർ പ്രൂഫ് ഒന്നും അല്ല, ഉണ്ടോ? ട്രാൻസ്ഫർ ഒക്കെ ആവും നല്ലോണം അല്ല, അത്യാവശ്യം ട്രാൻസ്ഫർ ആവുന്നതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇരിക്കുന്നുണ്ട്. ലോങ് ലാസ്റ്റിംഗ് ആണ്, ഒത്തിരി ലോങ് ലാസ്റ്റിംഗ് അല്ല, എന്നാലും നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു ടൈം വരെയൊക്കെ ഇരിക്കുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡ് കൂടെ ഞാൻ മേടിച്ചിട്ടുണ്ട്. അത് സെയിം ഇതിൻ്റെ തന്നെ 09 ആണ് നമ്പർ. സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണിത്. ഇതായിട്ട് കാണിക്കാം. ഇതും ഭയങ്കര അടിപൊളി ലിപ്സ്റ്റിക്കാണ്. എല്ലാം അടിപൊളിയാണ്. ഞാൻ ചിലപ്പോൾ എപ്പോഴും ഞാൻ അടിപൊളി എന്ന് പറഞ്ഞിരിക്കും. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, കാരണം എനിക്ക് ലിപ്സ്റ്റിക്ക് അത്ര ഇഷ്ടമാണ്. കൂടിപ്പോയാ കൂടുതൽ കുഴപ്പമില്ല. ലിപ്സ്റ്റിക് അല്ലേ, കണ്ണാടി ഇല്ല, ഇടുമ്പോൾ ഒരു വേറെ ഒരു ലുക്കാണ് ഇതിനും. സോറി, ഇതാണ് എൻ്റെ ഷെയ്ഡ് വരുന്നത്. ഭയങ്കര അടിപൊളിയാണ്. നെക്സ്റ്റ് വന്നിട്ട് സെയിം പേരുള്ള, എന്നാൽ ബ്രാൻഡ് വേറെ, പക്ഷേ ആ രണ്ട് ലിപ്സ്റ്റിക്കിനും സെയിം പേരാണ്. കളർ ഡിഫറൻസും ഉണ്ട്. അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലവ് എർത്തിൻ്റെ ഇതൊരു ലിക്വിഡ് മ്യൂസ് ലിപ്സ്റ്റിക്കാണ്. ഇത് അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഇവർ പറയുന്ന ഒരു 12 hours വരെ ലോങ് ലാസ്റ്റ് ചെയ്യുമെന്നാണ്. ഞാൻ അത്രയും നേരം ഒന്നും ഇട്ട് നോക്കിയിട്ടില്ല, എന്നാലും അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യുന്നതാണ്. ട്രാൻസ്ഫർ പ്രൂഫുമാണ് എനിക്ക് തോന്നിയിട്ട്. ആൻഡ് നമ്മൾ ഇട്ടെന്നേ അറിയത്തില്ല, അതുമാതിരി ഒരു ലിപ്സ്റ്റിക്ക്. ആൻഡ് ഈ ലിപ്സ്റ്റിക്ക് ഞാൻ മേടിക്കാൻ, ഇതെല്ലാം ആക്ച്വലി റീൽസ് കണ്ടിട്ടാണ് മേടിച്ചത്. ലിപ്സ്റ്റിക്ക് മേടിക്കാൻ തുടങ്ങുമ്പോഴേ റീൽസ് കുറേ വരും, ഇത് മേടിക്കുന്നില്ലേ എന്നുള്ള രീതിയിൽ. അപ്പം അത് കണ്ട് മേടിച്ചൊരു ലിപ്സ്റ്റിക്കാണിത്. ഒരു പുള്ളിക്കാരി ഇട്ട് നോക്കി, അപ്പോൾ അതിൽ റീൽസിൽ കണ്ടപ്പം ഭയങ്കര അടിപൊളി ഒരു ഷെയ്ഡായിരുന്നു. ഇപ്പോഴും അടിപൊളി ഷെയ്ഡ് തന്നെ കേട്ടോ. അത് അടിപൊളിക്ക് വേണം, മാറ്റമൊന്നുമില്ല, എല്ലാം അടിപൊളി. എന്തായാലും നല്ല ഷെയ്ഡാണ് മക്കളെ. ഓവറും അല്ല, ഭയങ്കര അത്യാവശ്യം നല്ലൊരു ലിപ്സ്റ്റിക് ഷെയ്ഡാണിത്. നമ്മൾ ഓവർ ഇട്ട പോലെ ഫീലും ഇല്ല. ഇനി സ്ഥിരം മേടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഉപയോഗിക്കരുത്, വീഡിയോ എടുത്ത് കഴിഞ്ഞതിന് ശേഷമേ ഉപയോഗിക്കാവൂ എന്നൊക്കെ വിചാരിച്ചായിരുന്നു. പക്ഷെ ഇത്രയും 1.5 മാസം ഒന്നും പിടിച്ചു വെക്കാനുള്ളൊരു ഇതെനിക്കില്ലായിരുന്നു. ഇന്നും എനിക്ക് ചിലപ്പോൾ വീഡിയോ എടുക്കണ്ട, ബോറടിക്ക് മടിയായിരുന്നു. എന്നാലും എടുത്തില്ലെങ്കിൽ പിന്നെ ലിപ്സ്റ്റിക്ക് തീർന്നു പോകും ഇട്ടിട്ട്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എടുത്തേക്കാം എന്ന് വിചാരിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത് സെയിം നെയിം, ബ്രാൻഡ് വേറെ,
നൈക്കയുടെ മാറ്റാണ്, സെയിം നെയിം ഐറിഷ് കോഫി എന്ന് പറഞ്ഞിട്ട് നൈക്കയുടെ ആണ്. ഇതും ദൈവമേ ഇത് ഭയങ്കര അടിപൊളി ലിപ്സ്റ്റിക്കാണ്. ഞാൻ ഈ എക്സ്പ്രഷനൊക്കെ ഇടുന്ന കണ്ടിട്ട് നിങ്ങൾ എന്നെ കൊല്ലരുത്, കാരണം എനിക്ക് ലിപ്സ്റ്റിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭ്രാന്താണ്. ഓക്കെ ഗൈസ്, എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ശരിയാക്കാൻ വരാം. ഓക്കെ, അപ്പം ഞാൻ ഈ താഴത്തെ മാത്രം തടച്ച് കാണിക്കാം. എന്നിട്ട് നമുക്ക് ഈ സെയിം പേരുള്ള 2 താഴെയും മുകളിലോട്ട് ഇടാം. ഇത് ഞാൻ ലവ് എർത്തിൻ്റെ ഐറിഷ് കോഫി. ഇത് അയ്യോ, ഇത് ഞാൻ മുമ്പേ എടുത്തപ്പോൾ ഇച്ചിരി പൊടി പോയായിരുന്നു. പൊടി എടുത്ത് തേച്ചാലോ, ഇത്രയും ചിത്രം കാണിക്കണ്ടല്ലേ. ഇത് നൈക്കയുടെ ഐറിഷ് കോഫി കണ്ടോ, 2 വ്യത്യാസമുണ്ട്. പേര് സെയിം ആണെങ്കിലും ആള് വേറെയാണ്. ഇത് വേറെയാണ് കേട്ടോ. ഇതൊരു പിങ്ക് ഷെയ്ഡ് വരുന്നുണ്ട്, ഇതൊരു ബ്രൗൺ, പക്ക ബ്രൗൺ, ആ ഷെയ്ഡാണ് വരുന്നത്. ഇപ്പം ഈ മേടിച്ചതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ളത് ഈ നൈക്കയുടെ ഐറിഷ് കോഫിയാണ്. കാരണം ഇത് അത്ര ലോങ് ലാസ്റ്റിംഗ് ആണ്. മറ്റതും ലോങ് ലാസ്റ്റിംഗ് ആണ്, പക്ഷെ ഇടുമ്പോൾ എനിക്കൊരു സുഖം തോന്നുന്ന ഒരു ലിപ്സ്റ്റിക്കാണിത്. നമുക്ക് അടുത്ത ലിപ്സ്റ്റിക്കിലോട്ട് പോകാം. ഐഗുന് വിശക്കാൻ തുടങ്ങി. ഓക്കെ, നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഇതിൻ്റെ കൂടെ നമുക്കൊരു ഷാർപ്നർ കൂടെ ഫ്രീ ആയിട്ടിട്ട് അത് കാണിക്കണ്ടല്ലോ. ഓക്കെ, ഇത് ഗ്ലാം 21 ഡീപ്പ് മെറൂൺ എന്ന് പറഞ്ഞിട്ട് ഷെയ്ഡാണ്. അതെ, ഡീപ്പ് മെറൂൺ 05 എന്നാണ് ഇതിൻ്റെ നമ്പർ. അപ്പോൾ ആ ഒരു ഷെയ്ഡാണിത്. നേരത്തെ എനിക്ക് പണ്ട് ഞാൻ ഈ ലിപ്സ്റ്റിക്ക് മേടിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വലിയ റിവ്യൂ ഒന്നും നോക്കാതെ ഇതിൽ കണ്ടിട്ട് ആരെങ്കിലും ഈ മറ്റേ സെലിബ്രിറ്റീസൊക്കെ ഇടുന്ന അവരത്ര കുറച്ച് ഫെയർ ആയിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ, അവരിടുന്ന അവർക്ക് ഭയങ്കര അടിപൊളിയായിട്ട് കാരണം ഓക്കെ എനിക്ക് മേടിക്കാൻ പറഞ്ഞ് ഞാൻ ഓർഡർ ചെയ്ത് ഇവിടെ വരുമ്പോൾ എൻ്റെ മുഖത്തിന് ചേരുന്നതേ അല്ല, വാഷ് ഔട്ടായിട്ട് പോകുന്ന പോലത്തെ ഒരു കുറേ ഷെയ്ഡ്സ് ഞാൻ മേടിച്ചിട്ടുണ്ട്, അങ്ങനെ വേസ്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണ ഈ മേടിച്ച ഷെയ്ഡ്സ് എല്ലാം തന്നെ ഞാൻ നല്ലോണം കഷ്ടപ്പെട്ട്, പരീക്ഷയ്ക്ക് പോലും ഞാൻ ഇത്രയും പഠിച്ചിട്ടില്ല, അതുപോലെ ഞാൻ റിവ്യൂ ഒക്കെ നല്ലോണം നോക്കി മേടിച്ച ഷെയ്ഡ്സാണ്. അതുകൊണ്ട് എല്ലാം തന്നെ എനിക്കിഷ്ടപ്പെട്ട്, ഒന്നും എനിക്കിഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ കൊള്ളത്തില്ല എന്നൊരു ഷെയ്ഡില്ല. ഈ ഷെയ്ഡ് ഇട്ട് നോക്കാം. ചുണ്ടൊക്കെ പൊട്ടി. ഇത് കുറച്ച് ഒരു മെറൂൺ, അതന്നെ അതിൻ്റെ മെറൂൺ ഷെയ്ഡാണ്. മെറൂൺ ഇട്ടിട്ട് ഓറഞ്ച് ചെയ്തില്ലല്ലോ അല്ലേ. ഞാൻ ആക്ച്വലി മുഖത്തൊന്നും ഇട്ടിട്ടില്ല, ആകെ കണ്ണ് മാത്രം എഴുതിയിട്ടുണ്ട്. കണ്ണാടി വെച്ചുകൊണ്ട് അതും കാണത്തില്ല. അപ്പം നിങ്ങൾക്ക് നല്ലോണം അറിയാൻ പറ്റും. എന്തൊരു അടിപൊളി ഷെയ്ഡാണ്. എൻ്റെ ചുണ്ടായോണ്ട് പറയുന്നില്ല, എനിക്കെല്ലാം അങ്ങ് ചേരും. ട്രാൻസ്ഫർ പ്രൂഫ് ആണെന്ന് നമുക്ക് നോക്കാം. കുറച്ച് നേരം കൊടുക്കണം കേട്ടോ. ഇട്ട ഉടനെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ട്രാൻസ്ഫർ ആവും. ഒരു 2 സെക്കൻഡ് കൊടുക്കാം. പ്രൂഫാണെന്ന് അവർ പറഞ്ഞേ, കുറച്ച് നേരം കഴിയുമ്പോൾ ട്രാൻസ്ഫർ പ്രൂഫ് ആവുമായിരിക്കും. ഇപ്പം എന്തായാലും ട്രാൻസ്ഫർ പ്രൂഫ് അല്ല, ട്രാൻസ്ഫർ പ്രൂഫ് ആണ് കേട്ടോ. ഇത് നമ്മൾ ഇട്ട ഉടനെ എടുത്തോണ്ടാണ് ഇങ്ങനെ. വേണേ ഒരു ചൂടെടുക്കുന്നു. എന്ത് രസമല്ലേ, ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടാൽ മതി, വേറെ ഒന്നും മുഖത്തിടണ്ട. വന്നിട്ടില്ല, ട്രാൻസ്ഫർ പ്രൂഫാണ്. ഓക്കെ, അവർ പറഞ്ഞത് കറക്റ്റാണ്, ഇത് ട്രാൻസ്ഫർ പ്രൂഫാണ്. നെക്സ്റ്റ് വന്നിട്ട് ഇത് നമ്മൾ തുടക്കട്ടെ. ഇത് മൊത്തം ലിപ്സ്റ്റിക്കാണ്. ചുണ്ടി ഒരു വരെയായി കാണും. ഓക്കെ, നെക്സ്റ്റ് ഒരു ലിപ് ടിൻ്റാണ് വരുന്നത്. മേബ്ലിൻ്റെ സൂപ്പർ ടെഡി ടിൻ കാറ്റഗറിയിൽ വരുന്ന കൂൾ ഗ്രഞ്ച് എന്നാണ് ഇതിൻ്റെ ഷെയ്ഡ് നെയിം വരുന്നത്. ഇതൊരു പിങ്കിഷ് ഷെയ്ഡ്. കാണാൻ വേണ്ടി ചെറിയൊരു ടിൻ്റ് കിട്ടും അത്രയുള്ള, പക്ഷെ നമുക്ക് ചുമ്മാ
ലിപ്സ്റ്റിക് ഇടണ്ട, എന്നാൽ ലിപ്പ് കുറച്ച് ഒന്ന് പിങ്ക് ആയിരിക്കണം എന്ന് തോന്നുന്ന ആൾക്കാർക്ക് ഇതിടാം. നല്ല സ്മെല്ല്. ലിപ്സ്റ്റിക് ഇട്ട പോലെ ഇല്ല, എന്നാൽ ചുണ്ട് കുറച്ചൊരു പിങ്ക് കളറിൽ കിട്ടും. അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് ഇത്. ഞാൻ അങ്ങനെ ഇട്ട് നോക്കിയിട്ടില്ല ലോങ് ലാസ്റ്റിംഗ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ ഷെയ്ഡ് നല്ലതാണ്, നമുക്ക് നമ്മുടെ സ്കിൻ ടൈപ്പിനൊക്കെ ചേരുന്ന പോലത്തെ ഒരു ഷെയ്ഡാണ്. നല്ലൊരു സുഖമുണ്ട് ഇട്ടിട്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനൊന്നും എനിക്കറിയത്തില്ല, ഞാൻ പറയുന്നില്ല, പറഞ്ഞ് കുളമാക്കണ്ട. ഓക്കെ, നെക്സ്റ്റ് ലിപ്സ്റ്റിക്കിലോട്ട് പോകാം. ഈ ലിപ്സ്റ്റിക്ക് എനിക്ക് തോന്നുന്നു അത്യാവശ്യം എല്ലാവരുടെയും കയ്യിൽ ഉള്ള ലിപ്സ്റ്റിക്കാണ് തോന്നുന്നു. ആൻഡ് ഞാനാന്ന് തോന്നുന്നു ഏറ്റവും അവസാനം മേടിച്ചത്. എന്നാലും എനിക്കിതിനെക്കുറിച്ച് പറയണമെന്നുണ്ട്, കാരണം ഇതെനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഭയങ്കര നല്ല കളറ്, ഇങ്ങനെ എന്താ പറയുന്നത്, ഞാൻ മേബ്ലിൻ്റെ വേറെ ഈ കാറ്റഗറിയിൽ വരുന്നത് തന്നെ ഞാൻ വേറെ ഷെയ്ഡ്സ് മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഷെയ്ഡ് എന്തുകൊണ്ട് ഞാൻ കണ്ടില്ല നേരത്തെ, ഇപ്പോഴാണോ വന്നത് എൻ്റെ അടുത്ത്. അയ്യോ പല്ലയിലൊക്കെ കണ്ട, അതൊരു ന്യൂഡ് ബ്രൗൺ ഷെയ്ഡ്. ഇതിൻ്റെ പേര് തന്നെ ന്യൂഡ് ന്യൂവൻസ് എന്ന് പറഞ്ഞ 657 നമ്പർ. ഇട്ടത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകണം, കണ്ണാടി ഇല്ലാത്തതുകൊണ്ട്. കറക്റ്റ്. പക്ഷെ ഭയങ്കര ഒരു സോഫ്റ്റ് ബട്ടർ പോലെ, ചുണ്ടൊക്കെ ഒരു ഭയങ്കര സോഫ്റ്റായിട്ട് ഇരിക്കും ഇതിട്ട് കഴിഞ്ഞാലും. റീഅപ്ലൈ ചെയ്യേണ്ട വരും ഇത്, കാരണം അത്രയ്ക്കൊരു ക്രീമി ടെക്സ്ചറാണ് ഇതിന്. ഭയങ്കര സുഖമാണ് കേട്ടോ, ചുണ്ടൊക്കെ ഇങ്ങനെ. നമുക്ക് ലിപ്റ്റിൻ്റെ ലിപ്സ്റ്റിക്ക് വരുന്നല്ലോ, നമുക്കിനി ഒരു ലിപ് ഗ്ലോസിലേക്കാണ് കിടക്കാം. ഇത് ഞാൻ കുറച്ച് നാളായി ഇതിനെയൊക്കെ മേടിക്കുന്നതിന് മുന്നേ മേടിച്ച് വെച്ചാൽ. ഇത് മേബ്ലിൻ്റെ തന്നെ ഏതാ ഷെയ്ഡില്ലേ, മൂൺ 003 മൂൺ എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് ഗൈസ്. ഇത് നമുക്ക് ഭയങ്കര അടിപൊളിയൊരു, എൻ്റെ ദൈവമേ ഈ അടിപൊളി ഒന്ന് നിർത്തുമോ? അടിപൊളിയേ വരുന്നുള്ളൂ, വേറെ വാക്കൊന്നും എൻ്റെ വായിൽ വരുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതങ്ങ് വാരിക്കോരിയിട്ട് കളഞ്ഞു. അന്നേരം ഉണ്ടോ ഒരു തിളക്കമൊക്കെ ഇല്ലേ. ഇത് നമുക്ക് അത്യാവശ്യം എല്ലാ ലിപ്സ്റ്റിക്കിൻ്റെ മുകളിൽ ഇടുകയും ചെയ്യാം, ഇത് തന്നെ ഇടുകയും ചെയ്യാം. എങ്ങനെ ഇട്ടാലും സൂപ്പർ. പക്ഷെ എനിക്ക് തോന്നുന്നു എനിക്ക് തന്നെ ഇടുന്നതിനേക്കാട്ടും ഏതെങ്കിലും ഒരു ലിപ്സ്റ്റിക്കിൻ്റെ മുകളിൽ ഇടുന്നതാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം. ഇത് തന്നെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ലിപ്സ്റ്റിക്ക് അറിയണം, എനിക്ക് ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടെന്ന് അറിയണം. വാരിക്കോരി ഇടണം എനിക്ക് ലിപ്സ്റ്റിക്ക്. കാല് പെരുക്കുന്നത് കേസ്. ഒരു മറ്റേ എവിടെ ഇറങ്ങിയാലും, വീടിന് വെളിയിൽ ഇറങ്ങിയാൽ എനിക്ക് ലിപ്സ്റ്റിക്ക് വേണം. വേറെ ഒന്നും ഇട്ടില്ല, മീൻസ് മുഖത്ത് വേറെ ഒന്നും ഇട്ടില്ലെങ്കിലും ലിപ്സ്റ്റിക്ക് എനിക്ക് വേണം. ആൻഡ് നെക്സ്റ്റ് വൺ, ഞാൻ പറഞ്ഞില്ലല്ലോ ഏതാണ് ഇത് ഞാൻ പുറത്തുനിന്ന് മേടിപ്പിച്ച് കൊടുത്ത് വിടിയിപ്പിച്ചതാണ്. ഇത് സെഫോറയുടെ നമ്പർ 80 എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് സെഫോറ കളക്ഷൻ്റെ ഒരു. ഇത് എനിക്ക് തോന്നുന്നു ഇതും വേറൊരെണ്ണം കൂടെ ഉണ്ട്. ഈ രണ്ടെണ്ണം ഞാൻ എൻ്റെ 3rd ടൈം പർച്ചേസാണ്. ഇതിൻ്റെ കുറച്ചും കൂടി ഇരിപ്പുണ്ട്, അത് ഊറ്റിയെടുക്കാനുണ്ട്. ഇതൊരു ക്രയോണാണ്, ഇതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. ഇതൊരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇതൊരു 3rd ടൈം. ഇനി ഉള്ളത് അതിന് ഒന്നുമില്ല, അതിനി ജീവനും ഒന്നുമില്ല, അത്രമാത്രം ഞാൻ അതിന് ഉപയോഗിച്ചു. ഭയങ്കര നമുക്കൊരു ന്യൂഡ് ലിപ്സ്റ്റിക്കാണിത്. പക്ഷെ ഇതാദ്യം ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ അറിയാണ്ട് ചുമ്മാ ട്രൈ ചെയ്യാന്നുള്ള രീതിയിൽ മേടിപ്പിച്ചതാണ്. അപ്പോൾ ആദ്യം ഇട്ടപ്പോൾ എനിക്കൊരു സുഖമില്ലായിരുന്നു. ഇന്ന് കുറച്ച് ദിവസം ഇട്ടിട്ട് ഇങ്ങനെ നോക്കിയിട്ടുണ്ടാണ് ലിപ്സ്റ്റിക്ക് എൻ്റെ ഫേവറേറ്റായി മാറി. ഒന്നും പറയാനില്ല.
സൂപ്പർ ലോങ് ലാസ്റ്റിംഗ് ആണ്, ട്രാൻസ്ഫർ പ്രൂഫാണ്, സ്മർജ് പ്രൂഫാണ്, അടിപൊളിയാണ്. ഓക്കെ, സെയിം കാറ്റഗറിയിൽ വരുന്ന തന്നെ വേറൊരു ഷെയ്ഡ് കൂടെ ഞാൻ മേടിച്ചിട്ടുണ്ട്. അതും ഇട്ട് കാണിക്കല്ലേ. എൻ്റെ ചുണ്ട് പോയി. വേറെ അത് മുടി. ഓക്കെ, ഇതും സെയിം സംഭവങ്ങളൊക്കെ സെയിം തന്നെ, ഷെയ്ഡ് മാത്രം വേറെ. ഇട്ട് കാണിക്കാം. ഇതിലേതേലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മേടിക്കുക. നല്ല രസമുള്ള ലിപ്സ്റ്റിക്സ് ആണെല്ലാം. ലിപ്സ്റ്റിക് ഇടുമ്പോൾ പറ്റുന്ന പ്രശ്നമാണ്. കണ്ടോ, എൻറ്റയർലി ഡിഫറെൻറ്റ് ഷെയ്ഡ്. സോ ഇതാണ് നെക്സ്റ്റ് വന്നിട്ട്. ഇതിൻ്റെ ഷെയ്ഡ് ഏതാണെന്ന് പറഞ്ഞില്ല അല്ലേ. നമ്പർ 14 സെഫോറ കളക്ഷൻസിൻ്റെ നമ്പർ 14 ഷെയ്ഡാണ് ഈ വന്നേക്കുന്നത്. നല്ലതാണ്. ഇപ്പം ലിപ് ലൈനേഴ്സൊക്കെ വന്നുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ വാഷ് ഔട്ടായി പോകുന്ന ലിപ്സ്റ്റിക്സും നമുക്ക് കളയേണ്ട വരുന്നില്ല. ഏതെങ്കിലും ഒരു നല്ല ഡാർക്കായിട്ടുള്ള ഏതെങ്കിലും ഒരു ലിപ് ലൈനർ ഇട്ടിട്ട് അതിൻ്റെ ഈ മിഡിൽ പോർഷനിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. അങ്ങനെ ഞാനൊരു കോംബോ കണ്ടുവച്ചിട്ടുണ്ട്. അത് ഞാൻ പിന്നെ ഷോർട്സ് ആയിട്ട് കാണിച്ചു തരാം. സോ നെക്സ്റ്റ് വൺ വന്നിട്ട്, ഇതിൻ്റെ പേരൊന്നും എനിക്ക് വായിക്കാൻ അറിയത്തില്ല. ഹോസ് ലാബ്സോ അങ്ങനെ ആയിരിക്കും. എന്നോട് ക്ഷമിക്കണം എൻ്റെ പ്രൊനൗൺസിയേഷൻ തെറ്റാണെങ്കിൽ. ബൈ ലേഡി ഗാഗയുടെ ഒരു ക്രയോൺ ലിപ്സ്റ്റിക്കാണ് ഇത് വന്നേക്കുന്നത്. ഇതും ഞാൻ പറഞ്ഞ പോലെ എൻ്റെ 3rd ടൈമാണിത്. ഇതിൽ കുറച്ച് എനിക്ക് യൂസ് ചെയ്തത് ഇരിപ്പുണ്ടെന്നാലും ഞാനിത് കാണിച്ചുതരാം. ഇത് ഭയങ്കര ഈ ലിപ്സ്റ്റിക്ക് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം കുറച്ച് കോംപ്ലിമെൻറ്റ്സ് മേടിച്ച് തന്നിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണിത്. കാരണം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. ഇതൊരു മാറ്റ് ഫിനിഷാണ് വരുന്നത്. നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ബ്രൈറ്റ് ആക്കി തരുന്ന പോലത്തെ ഒരു ഷെയ്ഡില്ലേ, അതാണ് ഈ ഷെയ്ഡ്. ഇപ്പോൾ ബ്രൈറ്റ് ആയോന്ന് അറിയത്തില്ല, എന്നാലും ബ്രൈറ്റ് ആക്കും. അതുപോലത്തെ ഒരു ഷെയ്ഡാണിത്. ഈ ഷെയ്ഡ് വന്നിട്ട് മോക്ക മാറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ് ഇത് വരുന്നത്. ഒരു ബ്രൗൺ ഷെയ്ഡ്, അടിപൊളി ഷെയ്ഡാണ്. മേടിച്ചോളൂ. കണ്ണും കൂട്ടി മേടിക്കും. എന്ത് ചെയ്യും നമുക്കിനി ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഇതിൽ വരുന്ന എൻ്റെ ഒരു ഫേവറേറ്റ്. ഇതെല്ലാം എൻ്റെ ഫേവറേറ്റാണ്. ഇതും എൻ്റെ ഫേവറേറ്റാണ്. ഇത് കുറച്ചും കൂടെ ഫേവറേറ്റ് ഐറ്റമാണ്. ഫോണിനെ സമ്മതിക്കുന്നില്ല ഗൈസ്. ലാസ്റ്റ് ഒരു ലിപ്സ്റ്റിക്കും കൂടെ ഉള്ളൂ. സ്റ്റോറേജ് ഫുള്ളെന്ന് കാണിക്കുകയാണ്. സോ പെട്ടെന്ന് തീർക്കാം. സോ ഇത് ഏതാ ലിപ്സ്റ്റിക്ക് നിങ്ങൾ കാണിച്ചില്ലല്ലോ, അതോ. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് ഈ ലിപ്സ്റ്റിക്ക് ആക്ച്വലി എൻ്റെ കൈ കിട്ടുന്നതിന് മുന്നേ വരെ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഇത് അത്യാവശ്യം കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മിനി സൈസേ ഞാൻ മേടിച്ചിട്ടുള്ളൂ. എങ്ങാണം ഷെയ്ഡ് ആയില്ലെങ്കിൽ നമുക്ക് വേസ്റ്റ് ഓഫ് മണി ആയിപ്പോവും. പക്ഷേ പറയാതിരിക്കാൻ വയ്യ, നമ്മൾ എത്രയും പൈസ കൊടുത്തെന്ന് പറഞ്ഞാലും നമുക്കൊരു ഭയങ്കര ഒരു നല്ല ചുണ്ടത്തിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു അങ്ങനത്തെ ഒരു ലിപ്സ്റ്റിക്കാണിത്. ഇത് ഷാർലറ്റ് ടിൽബറിയുടെ പില്ലോ ടോക്ക് മീഡിയം ആണ് ലിപ്സ്റ്റിക്ക്. ഇതൊരു സെറ്റായിട്ടാണ്, ലിപ് ലൈനറും ലിപ്സ്റ്റിക്കും കൂടാണ്. ഇത് ഞാൻ പെട്ടെന്ന് ഇട്ട് കാണിക്കാം, കാരണം എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് തീർന്നിരിക്കുകയാണ്. ഞാനുള്ള ആപ്പെല്ലാം കൂടെ ഡിലീറ്റ് ചെയ്ത് സ്റ്റോറേജ് ആക്കിയതാണ്. ഈ ലിപ് ലൈനർ കറക്റ്റ് കാണാനില്ലെങ്കിലും ലിപ് ലൈനർ കറക്റ്റ് എനിക്ക് ഇടാൻ അറിയത്തില്ല കേട്ടോ. അതാണ് പ്രശ്നം. ലിപ് ലൈനർ പോട്ടെ, ലിപ്സ്റ്റിക്ക് കാണിച്ചു തരാം. എനിക്ക് ഒത്തിരി ഇടാനും തോന്നില്ല. ഞാൻ തൂത്ത് കളയണ്ടായിരുന്നല്ലേ. കണ്ടോ, പോയില്ല. കണ്ടോ, ഭയങ്കര ഒരു അടിപൊളി ലിപ്സ്റ്റിക്ക്. ഷാർലറ്റ് ടിൽബറിയുടെ പില്ലോ ടോക്ക് മീഡിയം. ഇത് ലോങ് ലാസ്റ്റിംഗ് ഒന്നുമല്ല, ഇതൊരു ക്രീമി ടെക്സ്ചറാണ് ഇതിൻ്റെ. അതുകൊണ്ട് തന്നെ ലോങ് ലാസ്റ്റിംഗ് അല്ല, ട്രാൻസ്ഫർ പ്രൂഫും അല്ല. ഇത് നമ്മൾ റീഅപ്ലൈ ചെയ്യേണ്ട വരും. എന്നാലും അടിപൊളി ലിപ്സ്റ്റിക്കാണ്.
ഇതൊക്കെയാണ് എൻ്റെ റീസെൻ്റ്ലി പർച്ചേസ്ഡ് ലിപ്സ്റ്റിക് കളക്ഷൻസ്. ഇതിലേതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കണ്ണും പൂട്ടി മേടിക്കാം, കാരണം എല്ലാം നല്ല ഷെയ്ഡ്സാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. വേറെ ലാസ്റ്റ് ആയിട്ടുള്ളത് ഞാൻ കുറച്ച് ലിപ്പ് ലൈനേഴ്സും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു, ഇതൊന്നും ഇട്ട് കാണിക്കേണ്ട. ഇത് മാർസിൻ്റെ ഒരു സെറ്റ് ഓഫ് ലിപ്പ് ലൈനേഴ്സാണ്, ഒരു 10 കണ്ട് വരുമെന്ന് തോന്നുന്നു. ഇത് വെച്ചാണിപ്പോൾ എൻ്റെ അത് തന്നെ. അപ്പോൾ അത്രയേ ഉള്ളൂ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ.